നമ്മൾ ഇപ്പോൾ പാടിയ രാഗത്തിൻ്റെ പേര് രസികപ്രിയ എന്നാണ്. ഈ പ്രിയ ചേർന്ന ഒരുപാട് രാഗങ്ങൾ നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് നോക്കി. ഇന്നത്തെ ഉത്സവം ഏത് രാഗത്തിൽ നോക്കണം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഖരഖരപ്രിയ, ഭവപ്രിയ, ഋഷഭപ്രിയ, കോകിലപ്രിയ, ഷൺമുഖപ്രിയ, ഇങ്ങനെ കുറേ രാഗങ്ങൾ നമ്മൾ നോക്കി. അതിൽ നമ്മുടെ ഇപ്പോൾ ഫുട്ബോൾ നടക്കുന്നുണ്ടല്ലോ, ഫുട്ബോളിൻ്റെ സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ ഫൈനൽ റൗണ്ടിൽ വന്ന 2 രാഗങ്ങൾ ഷൺമുഖപ്രിയയും ഖരഖരപ്രിയയുമാണ്. അങ്ങനെ നമ്മൾ കൺഫ്യൂഷനായി ഈ 2 രാഗങ്ങളിൽ ഏത് സെലക്ട് ചെയ്യണമെന്ന്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കൺഫ്യൂഷൻ തീർക്കണമേ എന്ന് സാക്ഷാൽ മഹാദേവനോട് ശിവശംഭോ എന്ന് വിളിച്ചുകൊണ്ട് ചോദിച്ചു. കൺഫ്യൂഷൻ തീർക്കണമേ, നമ്മുടെ കൺഫ്യൂഷൻ തീർക്കണമേ, കൺഫ്യൂഷൻ തീർക്കണമേ, നമ്മുടെ കൺഫ്യൂഷൻ തീർക്കണമേ. അങ്ങനെ അവസാനം നമ്മുടെ കൺഫ്യൂഷൻ അവസാനിച്ചു. നമ്മൾ ഒരു രാഗം സെലക്ട് ചെയ്തു. ഈ പ്രതിമധ്യമം മാ എന്നുള്ള ആ സ്വരത്തിന് വളരെ ഊന്നൽ നൽകിക്കൊണ്ടുള്ള രാഗം. ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷനുമില്ല. രാഗോത്സവം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന കാര്യത്തിൽ. ഒരുപാട് നമുക്ക് എത്ര വേണമെങ്കിലും വിസ്തരിക്കാവുന്ന ഒരു രാഗം. നമ്മൾ രാഗം പറഞ്ഞില്ല. രാഗം ഷൺമുഖപ്രിയ. നമ്മളൊക്കെ അമ്പലങ്ങളിൽ പോയാൽ എന്താ സാധാരണ പ്രാർത്ഥിക്കുക? നല്ല ബുദ്ധി തോന്നണം അല്ലേ, പരീക്ഷയിൽ നല്ല വിജയം കരസ്ഥമാക്കണം. എനിക്ക് കുട്ടിക്കാലത്ത് എല്ലാ ക്ഷേത്രത്തിൽ പോയാലും എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് നാളെ ക്ലാസ്സിൽ പോകുമ്പോൾ ടീച്ചർ തല്ലരുതേ എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ശംഭോ ശങ്കര ഗൗരിപദേ, ശിവശങ്കര പാർവതി ഗൗരിപദേ, ഞാൻ അവൾക്ക് എത്ര ഇമെയിലുകൾ അയച്ചു, അതിൽ ഒരെണ്ണം പോലും റിപ്ലൈ കിട്ടിയില്ലല്ലോ എൻ്റെ ഭഗവാനെ, നാളെ തന്നെ മറുപടി കിട്ടുമായിരിക്കും അല്ലേ എന്നുള്ള പ്രാർത്ഥന. അപ്പോൾ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഈ യുവ ജനറേഷൻ്റെ കാലമാണ്. കൺഫ്യൂഷൻ തീർക്കണമേ എന്ന ഷൺമുഖപ്രിയയിലുള്ള ഈ ഗാനത്തോടെ ആവാം നമുക്കിന്ന് തുടക്കം. We dedicate this song to the young generation of Kerala. പച്ചക്കിളിപ്പവിഴ പാൽ വർണ്ണമൊത്ത പല
കൊച്ചുങ്ങളഞ്ചെണ്ണം നിൽപ്പാണ് ശംഭോ, അതിലൊന്നിലടി എൻ്റെ വധുവുണ്ടതേത് ഏത് ഈ നരകത്തിൽ നിന്നൊന്നു കരകേറ്റ് ശംഭോ. ശംഭോ. ഈ കൺഫ്യൂഷൻ എന്നുള്ള ഈ ഗാനം അത് എഴുതിയിരിക്കുന്നത് ശ്രീ ഗിരീഷ് പുത്തഞ്ചേരി, അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശ്രീ വിദ്യാസാഗർ. എന്ന രാഗത്തിന് ആ പേര് എങ്ങനെയാണ് വന്നത് എന്ന് നമുക്കൊന്ന് ആലോചിക്കാം. നമുക്ക് ഷൺമുഖൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു രാഗം അല്ലേ എന്ന് വേണേൽ അർത്ഥമെടുക്കാം. സുബ്രഹ്മണ്യന് ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട രാഗമാണ്. അതുകൊണ്ടാണ് പല കാവടി ചിന്തകളും ഈ രാഗത്തിലുള്ളത്. സുബ്രഹ്മണ്യൻ്റേത് മാത്രമല്ല ഈ രാഗം, ശിവനെ പറ്റിയുണ്ട്, പാർവതിയെ പറ്റിയുണ്ട്, ഗണപതിയെ കുറിച്ചുണ്ട്. അപ്പോൾ മൊത്തമായിട്ട് ആ ഫാമിലി മുഴുവനും വളരെ ആസ്വദിക്കുന്ന രാഗമായതുകൊണ്ടാവാം ഇത് ഷൺമുഖപ്രിയ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ ഷൺമുഖപ്രിയ രാഗത്തിൽ പാപനാശം ശിവന്റെ ഒരു കോമ്പസിഷൻ ഉണ്ട്. ശരവണ ഭവയന തിരുമന്ദിരം തനിൽ സദാ ജപിയനാവേ. ഓ ശരവണ ഭവയന തിരുമന്ദിരം തനിൽ സദാ ജപിയൻ നാവേ. സദാ ജപിയ നാവേ. പാപനാശം ശിവന് തന്നെ വേറൊരു കൃതിയുണ്ട്. പാർവതി നായകനെ ശരണം, മഹാദേവനെ കുറിച്ചുള്ള. പാർവതി നായകനെ ശരണം ശരണം. പാർവതി നായകനെ ശരണം, പാർവതി നായകനെ ശരണം, പാർവതി നായകനെ ശരണം, പാർവതി നായകനെ ശരണം. ജയ പാർവതി നായകനെ ശരണം, ജയ പാർവതി നായകനെ ശരണം. ഈ രാഗം വളരെ ക്ലാസിക്കലായിട്ട് മാത്രമാണ് നമ്മുടെ ശാസ്ത്രീയ സംഗീതജ്ഞർ വച്ചിട്ടുള്ളത്. പക്ഷേ കൺഫ്യൂഷൻ തീർക്കണമേ എന്ന ഗാനം കേൾക്കുമ്പോൾ ഈ രാഗത്തിന് ക്ലാസിക്കൽ അല്ലാതെ തന്നെയുള്ള ഒരു രീതിയിൽ ഇത് അവതരിപ്പിക്കാം എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അതുപോലെ തന്നെ രവീന്ദ്രൻ മാഷിൻ്റെ വേറൊരു ഗാനമുണ്ട്. ആനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പറ മുത്തുണ്ടേ, ആനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പറ മുത്തുണ്ടേ, ആനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പറ മുത്തുണ്ടേ, മാണിക്യക്കല്ലുണ്ടേ, നിലയുള്ള കൊട്ടാരമുണ്ടേ, മുത്തത്തെ ചെറിയ രക്തം പെരുക്കാൻ അത്തരകന്യകളെ പോരൂ, ആനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പറ മുത്തുണ്ടേ, മാണിക്യക്കല്ല് കൊണ്ടേ, നിലയുള്ള കൊട്ടാരമുണ്ടേ. നിരികരി നിരികരി നിരിനിരപ മമപ, നിരികരി നിരികരി നിരിനിരപ മമപ, ജഗരിരിദ നിരിദരിദരിദ.
രവീന്ദ്രൻ മാഷിൻ്റെ ഒരു പ്രത്യേകത അതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹം പല ഗാനങ്ങളിലും അദ്ദേഹം സ്വരങ്ങൾ ചേർത്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ രാഗം വ്യത്യസ്തമായ ശൈലിയിൽ അവതരിപ്പിച്ചിട്ട് അതിനിടയിൽ സ്വരം വരുമ്പോൾ ഈ രാഗമാണത് എന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി, കോമ്പോസിഷൻ ശൈലി എന്ന് പറയുന്നത്. ഈ ഷൺമുഖപ്രിയ രാഗത്തിൽ വേറൊരു പാട്ടുണ്ട്. ഉഷസേ നീ എന്നെ വിളിക്കുകില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഉണരുകില്ല. പിന്നെ വേറൊരു ഗാനമുണ്ടല്ലോ, ശിവശൈല ശൃംഗമാം തിരുവരങ്ങിൽ സത്യ ശിവസുന്ദരങ്ങൾ തൻ അങ്കണത്തിൽ. നേരത്തെ നമ്മൾ ആനക്കെടുപ്പതും പൊന്നുണ്ടേ എന്നുള്ള ഗാനം കേട്ടു. അതൊരു അടിപൊളി ഗാനമാണ്. എന്നൊക്കെ പാണ്ടി മേളം പോലത്തെ മേളം വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി, നേരെ ഓപ്പോസിറ്റ് എന്ന് പറയാം, ശാസ്ത്രീയ സംഗീതത്തിൽ അധിഷ്ഠിതമായി അദ്ദേഹം തന്നെ, അതായത് രവീന്ദ്രൻ മാഷ് തന്നെ കമ്പോസ് ചെയ്ത ഗാനമാണ് ഗോപികാ വസന്തം തേടി വനമാലേ. ഗോപികാ വസന്തം തേടി വനമാലി, നവനവ ഗോപികാ വസന്തം തേടി വനമാലി, നവനവ ഗോപികാ വസന്തം. ശരിക്കും പറഞ്ഞാൽ ഒരു ശാസ്ത്രീയ സംഗീതത്തിൽ നമ്മൾ പാടുന്ന ഒരു കൃതിയിൽ പാടുന്ന സ്വരങ്ങളൊക്കെ പാടാൻ തോന്നും ഈ ഗാനം കേട്ടാ. പദനീതപമ ഗോപി സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ, നിശ്ചലം ശൂന്യമി ലോകം. സ്വപ്നങ്ങൾ. ഇത് വേറെ രാഗമല്ലേ? ഇത് ഷഹാന എന്നുള്ള രാഗമാണ്. പക്ഷെ ഞാൻ പറയാൻ പോയത് അതല്ല. ഈ പാട്ടില് അനുപല്ലവി ഇന്ദ്രനീലം കൊണ്ടു മാനത്തു തീർത്തൊരു ഗന്ധർവരാജാങ്കണത്തിൽ, മാനത്ത് തീർത്തൊരു ഗന്ധർവ രാജാങ്കണത്തിൽ. ഈ അനുപല്ലവി ഷൺമുഖപ്രിയ രാഗത്തിലാണ്. അതിൽ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സംഗീതത്തിൻ്റെ പ്രത്യേകത വളരെയധികം അതിൽ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം ഈ ഒരു പാട്ടേ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഷൺമുഖപ്രിയയിൽ? അതിൽ വളരെ ക്ലാസിക്കലായിട്ടുള്ള ചില ടച്ചസ്. ഇന്ദ്രനീലം കൊണ്ടു മാനത്തു തീർത്തൊരു, നന്നായിട്ട് ക്ലാസിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സിംഗറിന് മാത്രമേ ഇത് ആലപിക്കാൻ കഴിയുള്ളൂ. മുത്തുസ്വാമി ദീക്ഷിതർ നവഗ്രഹങ്ങളെ പറ്റി കീർത്തനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിൽ കേതുവിനെ പറ്റി ഉള്ള കീർത്തനം ഈ രാഗത്തിലാണ്, ഷൺമുഖപ്രിയ രാഗത്തിലാണ്. മഹാസുരം കേതുമഹം ഭജാമി ഛായാഗ്രഹവരം, മഹാസുരം കേതുമഹം. ഇന്ന് ജീവിച്ചിരിക്കുന്ന ശാസ്ത്രീയ സംഗീതജ്ഞരിൽ ദ ഗ്രേറ്റസ്റ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആ ഗ്രേറ്റ് ജീനിയസ്
ശ്രീ ബാലമുരളീകൃഷ്ണ. അദ്ദേഹം ഈ രാഗത്തിൽ ഒരു വർണ്ണം കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഓംകാര പ്രണവ എന്ന് തുടങ്ങുന്ന ആ ഗ്രേറ്റ് കോമ്പോസിഷൻ. മറ്റൊരു കൃതിയുണ്ട്, സുഖമേ സുഖം. സുഖമേ സുഖം, സുബ്രഹ്മണ്യനെ പറ്റിയാണ്. ഗുഹനാമ സ്മരണ സുഖമേ സുഖം, ഗുഹനാമ സ്മരണ സുഖമേ സുഖം. കോടീശ്വരയ്യരെ പറ്റി പറയുമ്പോൾ 72 മേളകർത്ത രാഗങ്ങളിലും കൃതികൾ രചിച്ചിട്ടുള്ള 2 പേരിൽ ഒരാളാണ് അദ്ദേഹം. രണ്ടാമത്തെ ആൾ ആരാണ്? ബാലമുരളീകൃഷ്ണൻ. ബാലമുരളീകൃഷ്ണൻ. സംഗീതത്തിലും സാഹിത്യത്തിലും അഭിനയത്തിലും ഒക്കെ തന്നെ ഏറ്റവും അധികം ഭാവം കൊണ്ടുവരുന്ന ഒരു കലാരൂപമായ കഥകളി, അതിൽ ഈ രാഗം എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഷൺമുഖപ്രിയ രാഗം കഥകളിയുടെ രാമനാട്ടം എന്ന കഥയിൽ ഷൺമുഖപ്രിയ എന്ന രാഗം ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഗുരുമുഖത്തു നിന്ന് പഠിച്ച രീതി പ്രകാരം ഇപ്പോൾ നളയരിതം 1-ാം ദിവസത്തിലും കുചേലവൃത്തത്തിലും ഈ രാഗം ഉപയോഗിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഉദാഹരണം കാണിച്ചു തരാം. നളയരിതം 1-ാം ദിവസത്തിൽ ഒരു ഭാഗം ഹംസം ദമയന്തിയോട് പറയുന്ന ഭാഗമാണ്. ചെന്നിതു പറവൻ നൃപനോടഭിലാഷം, എന്നാൽ ചെന്നിതു പറവൻ നൃപനോടഭിലാഷം. ആ ഒരു കഷ്ണം അതിൽ വരുന്ന മറ്റുള്ള വരികളും. ഇനി മറ്റൊരു ഭാഗത്ത് വരുന്നത് കുചേലവൃത്തത്തിലാണ്. കുചേലവൃത്തത്തിൽ ശ്രീകൃഷ്ണൻ കുചേലനോട് പറയുന്ന ഭാഗം. പിന്നെ നാം മുനിയോടു ഒന്നിച്ചുടജേ ചെന്നു, പിന്നെ നാം മുനിയോടു ഒന്നിച്ചുടജേ ചെന്നു, വന്ദിച്ചു ദാരുഷണ്ഡം മുന്നിൽ വച്ചോരു നേരം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാവാൻ പോകുന്ന ഈ ഷൺമുഖപ്രിയ രാഗം ഇന്ന് ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല. ഇനി രണ്ടാമത് ഒരു ഉത്സവ ദിവസം കൂടി നമുക്ക് ആവശ്യമാണ്. ഷൺമുഖ പ്രിയ രാഗമോ നിന്നിലെ പ്രേമഭാവമോ എന്നെ ഞാനാക്കും ഗാനമോ. കഴിഞ്ഞ ആഴ്ചത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഉത്തരം ഷൺമുഖപ്രിയ രാഗം. കഴിഞ്ഞ ആഴ്ചയിലെ വിജയി KV ശാന്തി, അഞ്ജലി, മഞ്ഞോടി, തലശ്ശേരി. ശരവണ ഭാവ ഗുഹനേ ഷൺമുഖനേ ശരവണ ഭാവ ഗുഹനേ ഷൺമുഖനേ ശരവണ ഭാവ ഗുഹനേ ഷൺമുഖനേ ശരവണ ഭവ ഗുഹനേ ഷൺമുഖനേ ശരവണ ഭവ ഗുഹനേ ഷൺമുഖനേ ശരവണ ഭവ ഗുഹനേ ഷൺമുഖനേ
ഭവഗുഹനേ നിധനി ദവദ പമ പ മശ ര വണ ഭവ ഗുഹനേ ഗരി സനിധ പമഗ മ പമ ശരവണ ഭവഗുഹനേ ദസനി പനിത മദവ ഗപമ റിമഗ ഗമദനി മനിദനി ദരിനി ഗരി സദ സദ സദനി മജര വണ ഭവ ഗുഹനേ ഗരി സരി ഗരി സനി ധനി ദ പമ പദമ ശരവണ ഭവഗുഹനേ ധനി സനി ദബമ ബസനി ധരി സനി ദബമ ശരവണ രി ഗരി ഗരി രി സനി ദ പമ പദ പദ പമ ഗരി സരി ഗ മ പദ നി സരി ഗ മ ഗരി സനി ദ പമ പദ നി രി ശരവണ പദബമ 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 ബനി നി ദബമ ബസ സനി നി ദബമ ബരി രി സനി നി ദ സദ 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 ശരവണ രി ഗ മ ഗരി സനി സരി ഗരി രി സനി ദ പമ പദ പദ നി ദ നി സരി ഗ രി സനി ദ പമ പദമ ശരവണ ഭവ ഗുഹനേ